അതുപോലെ മറ്റൊരു അമലാണ് നേരത്തെ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി, ലക്ഷദ്വീപിലെ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ യാസീൻ ഓതുന്നതിൻ്റെ ഒരു രൂപം, കുട്ടികളെ കിട്ടാൻ, മക്കളുണ്ടാവാൻ വേണ്ടി അതിൻ്റെ ഒരു രൂപം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മറ്റൊരു രൂപമാണ്. ഇതിന് സ്ത്രീകളാണ് ചെയ്യേണ്ടത്. ശുദ്ധിയായതു മുതൽ, മെൻസസിൽ നിന്നും വിരമിച്ച് ശുദ്ധിയായ അന്ന്, ആ ശുദ്ധിയായ ദിവസത്തിൻ്റെ അന്ന് മഗ്‌രിബിൻ്റെ തൊട്ടു മുൻപ്, മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ തൊട്ടു മുൻപായിട്ട്, തൊട്ടു മുൻപ് എന്ന് പറഞ്ഞാൽ ആ സമയം കറക്റ്റ് ചെയ്യുക. 21 ഫാത്തിഹയാണ് ഓതേണ്ടത്. സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പേരിൽ 21 ഫാത്തിഹ പാരായണം ചെയ്യുക. ആ ഫാത്തിഹ തീരുന്നതോടുകൂടെ വലിയ താമസമില്ലാതെ വാങ്കു കൊടുക്കുന്ന ആ ഒരു സമയം കണക്കാക്കി വേണം ഫാത്തിഹ ഓതുക. അപ്പോൾ അത് തുടക്കത്തിൽ അതിൻ്റെ സമയമൊക്കെ ഒന്ന് നിശ്ചയിച്ചു വെച്ചാൽ കുറച്ചുകൂടെ സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ 21 ഫാത്തിഹ ശുദ്ധിയായി കൃത്യമായി ഓതിയതിനു ശേഷം 21 രൂപ എടുത്ത് ഒരു വഞ്ചിയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ മാറ്റി വെക്കുക. അത് വയ്ക്കുമ്പോൾ മനസ്സിൽ കരുതേണ്ടത് മഹാനവറുകളുടെ പേരിൽ നേർച്ചയാക്കിയതാണ് എന്ന് മനസ്സിൽ കരുതി വെക്കുക. അങ്ങനെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും തുടർന്ന് 21 ദിവസം വരെ ചെയ്യുക. 21 ദിവസം ചെയ്തതിൻ്റെ ശേഷം 21ാമത്തെ ദിവസം ഒരു യാസീൻ ഓതാനുള്ള സമയം കൂടി അതിൽ കണ്ടെത്തുക. യാസീൻ ഓതുന്നതിന് മുൻപേ ആയിട്ട് ആ യാസീൻ 3 മഹാന്മാരെയും കരുതുക. ഒന്ന് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഖാസിം വലിയുല്ലാഹിയുടെ ഉപ്പാപ്പയാണ്. മുഹയ്യിദ്ദീൻ ഷേഖിൻ്റെ പരമ്പരയിൽപ്പെട്ട ചെറുകുട്ടിയാണ് ഖാസിം വലിയുള്ള. അപ്പോൾ ഉപ്പാപ്പായുടെ പേരിലും. 2 അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവിടുന്നാണ് ഖാസിം വലിയുല്ലാഹിയുടെ ഷെയ്ഖ്. അവർ റിഫായി തരീഖത്തിൻ്റെ മാർഗത്തിലുള്ളവരാണ്. അവരെയും. മൂന്നാമതായി ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ 3 പേരെയും മനസ്സിൽ കരുതിയിട്ട് ഒരു യാസീൻ പാരായണം ചെയ്യുക. പിന്നെ 21 ഫാത്തിഹ ഓതി വീണ്ടും 21ാമത്തെ ദിവസം 21 രൂപ മാറ്റി വെക്കുക. കവറിൽ മാറ്റി അത് വെക്കുക. അപ്പോൾ 21 ദിവസം പൂർത്തിയാവും. അതിനുശേഷം പിന്നെ ഓതേണ്ടതില്ല. പിന്നെ മെൻസസായി അത് ശുദ്ധിയായതിൻ്റെ അന്ന്, രണ്ടാമത്തെ മെൻസസ് പീരീഡ് ശുദ്ധിയായതിൻ്റെ അന്ന് ഇൻഷാ അല്ലാഹ് ഇതുപോലെ വീണ്ടും ആരംഭിക്കുക. ശുദ്ധിയാകുന്നതിൻ്റെ അന്ന് 1 മുതൽ തുടങ്ങി 21 ദിവസം വരെ. ഇത് 3 പ്രാവശ്യം ചെയ്തപ്പോൾ ഇജാസത്തോടുകൂടെ, ഇജാസത്ത് വാങ്ങി ചെയ്തവർ ഉണ്ട്. ഇജാസത്തോടുകൂടെ ചെയ്തവർക്ക് 3 പ്രാവശ്യം ചെയ്തപ്പോൾ ഫലം കണ്ടിട്ടുണ്ട്. കാണാത്തവർക്ക് 7 പ്രാവശ്യം ചെയ്തപ്പോൾ ഫലം കണ്ടവരുണ്ട്. അതുപോലെ 11 പ്രാവശ്യം ചെയ്തപ്പോൾ ഫലം കണ്ടവരുണ്ട്. കൂടുതലും 7 പ്രാവശ്യം ചെയ്തപ്പോൾ ധാരാളം ആളുകൾക്ക് ഫലം കണ്ടതായിട്ട്, അതും ഇജാസത്തോടുകൂടെ അല്ലാതെ ചെയ്യുമ്പോൾ കുറേ നീണ്ടുപോകും. ഇജാസത്തോടുകൂടെ ചെയ്തവർക്ക് ധാരാളം ഫലം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വിശ്വാസത്തോടെയും മഹാനുഭാവൻ്റെ ആ ഒരു ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടും സ്ത്രീകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം നൽകട്ടെ എന്ന്
ദുആ ചെയ്യുന്നു.